ഏഹ് ഈ പ്രസംഗിച്ച എല്ലാവരും വളരെ വിഷയത്തോട് വളരെ നീതി പുലർത്തിയെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഹെമിംഗ്വേ വളരെ മനഃശാസ്ത്രപരമായിട്ട് ഒരു പല ഡയമെൻഷനിലും ഉദാഹരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ പലതവണ ഈ മനസ്സിൻ്റെ ഡെഫിനിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഒരു പ്രത്യേക സംഗതിയാണ്. മനുഷ്യ മനസ്സ് തന്നെ ഹ്യൂമൻ കോൺഷ്യസ്നെസ് ക്യാൻ ബി കമ്പയർഡ് ടു ദി ഒരു ക്യാപ്റ്റൻ, കപ്പലിലുള്ള ഒരു ക്യാപ്റ്റൻ. കപ്പലിലുള്ള ക്യാപ്റ്റൻ he see himself, he can see himself, his own mind, his own soul, his own thinking, all his mental activities. ഒരു ക്യാപ്റ്റൻ, കപ്പലോടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ, അദ്ദേഹത്തെ പറ്റി കൂടുതൽ ചിന്തിക്കാനും റൂമിനേറ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ സാധിക്കും. അറ്റ് ദ സെയിം ടൈം he can see the ship which he is driving. നമ്മളും ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. സ്വന്തം ശരീരവും സ്വന്തം കുടുംബം ഉപയോഗിച്ച് നമ്മളൊരു കപ്പൽ ഓടിക്കുകയാണ്. ഏത് സമുദ്രത്തിൽ? ഈ സമൂഹമാകുന്ന, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ഈ സമുദ്രത്തിൻ്റെ പരന്നു കിടക്കുന്ന ഈ ലോകം മുഴുവനും, അല്ലെങ്കിൽ ഒരു അറ്റം വരെയെങ്കിലും, ഒരു ലിമിറ്റ് വരെയെങ്കിലും അവനവന് കാണാം, നമുക്ക് കാണാം. നമുക്ക് റീച്ച് ചെയ്യാവുന്ന സമൂഹത്തിൻ്റെ ആ ഒരു വീക്ഷണം വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കപ്പൽ ഓടിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റി തന്നെയാണ് ഈ നോവലിൽ ഈ കടലിൽ സാന്റിയാഗോ ഓടിക്കുന്ന ഈ ബോട്ട് അല്ലെങ്കിൽ ഒരു വഞ്ചി. അത് ഈ വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. ഈ ഹെമിംഗ്വേ എന്തുകൊണ്ട് പ്രത്യേകത അർഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിത കാര്യങ്ങളെല്ലാം ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ്, വളരെയധികം അഡ്വഞ്ചറിസ്റ്റിക് ആണ്. 18 വയസ്സിലാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മേഖലയിലൊന്നല്ല, ബുൾ ഫൈറ്റിംഗ്, ഇതുപോലെ സമുദ്രത്തിൽ മീൻ പിടിക്കാൻ പോകല്, ഒറ്റയ്ക്ക് കൂട്ടായി യുദ്ധ മുന്നണിയിലേക്ക് പോകുന്നത്, ഇതൊക്കെ ഒരേ ആവേശത്തിലാണ്. അതിൽ ഈ സ്ത്രീ വിഷയവും പെടും, പല സ്ത്രീകളായിട്ടുള്ള ബന്ധങ്ങളും പെടും. അങ്ങനെ വളരെയധികം കാര്യങ്ങളിൽ ഇടപെടുന്ന, ആവേശത്തോടുകൂടി ഇടപെടുന്ന, അതൊക്കെ മനുഷ്യൻ്റെ എന്താ പറയുക, മനസ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് ആണ്. ഈ മനസ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ഓവർ ആക്ടിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉത്സാഹഭരിതമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ദിവസങ്ങളാണ്. ഉത്സാഹം കൂടി നിൽക്കുന്ന അവസ്ഥകളാണ്. ആ അവസ്ഥ ചിലപ്പോൾ ഒരു മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ കഴിയുമ്പോൾ പതുക്കേനെ താഴേക്ക് പോരും. ആ താഴേക്ക് പോരുന്നത് ബേസ് ലൈനിലേക്കല്ല, വാസ്തവത്തിൽ അത് താഴേക്ക് ഡിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ബേസ് ലൈനിൽ നിന്നും താഴേക്ക് പോരുകയാണ്. അതൊരു ഡിപ്രഷനാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന പല വ്യക്തികളും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും ഒക്കെ കാണുന്ന പല ആൾക്കാരും ഈ എക്സൈറ്റ്മെൻറ്റിലാണ് ഇങ്ങനെ വളരെയധികം പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അവർ നിശബ്ദരാകുമ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്സാഹത്തിൻ്റെ പീരീഡിലാണ് ഈ ആക്ടിവിറ്റി മുഴുവനും ഹെമിംഗ്വേ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തീർച്ചയായിട്ടും MDP എന്ന് പറയുന്ന മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമായിരുന്നു. ആ അവസ്ഥാവിശേഷത്തിൽ അദ്ദേഹം പലതവണ ഈ ഡിപ്രഷൻ ആണെങ്കിൽ പോലും ചെറിയ ഒരു റിയാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കും, അത് ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണല്ലോ. MDP ഈസ് എ നോൺ ഹെറിറ്റബിൾ ഡിസീസ്. വളരെ ജനിതകമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മളൊരു ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒബ്സസീവ് നേച്ചർ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വളരെ കാർക്കശ സ്വഭാവം, ഇതൊന്നും വളരെ എന്താ പറയുക താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പറ്റാവുന്നതും ഒരേ കാര്യം തന്നെ ചെയ്യുന്നു, ഒരേ സ്ഥലം തന്നെ ചൂസ് ചെയ്യുന്നു, ഇതൊക്കെ വളരെ എന്താ പറയുക ചുറ്റുപാടുകളെ നിയന്ത്രിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ വേലിയിറക്കങ്ങളൊക്കെയുള്ള കാര്യം ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിപരമായിട്ട് കിട്ടുന്ന ജീൻസിലുള്ളതാണ്. ഇറ്റ് ഈസ് പ്രൂവ്ഡ്.
എന്തുകൊണ്ട് അന്ന് ഹെമിംഗ്വേനെ അന്ന് മുദ്രകുത്തിയില്ല? പക്ഷെ നമ്മുടെ ബഷീറിനെയോ ഈവൻ മാധവിക്കുട്ടിയുടെ അനുസ്മരണം വന്നപ്പോൾ ഞാനിത് കുറച്ച് സംസാരിക്കുകയുണ്ടായി ഇവിടെ വെച്ച്, ഈ വേദിയിൽ വെച്ച്. അതായത് അന്ന് ഹെമിംഗ്വേക്ക് ആ ഒരു ലേബൽ കിട്ടാതിരുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു 1980-കൾക്ക് ശേഷമാണ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസീസസ് പുറത്തിറങ്ങുന്നത്. ആ 80-ന് ശേഷമാണ് ഈ മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂഡ് സ്വിങ്സ് അതൊരു രോഗത്തിന്റെ ഫലമാണ് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വാസ്തവത്തിൽ ആ ഒരു ലേബലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ട്രോങ് പോസിബിലിറ്റിയാണ് ഫെമിലിയലായിട്ടും അയാളുടെ വ്യക്തി ജീവിതത്തിലും അങ്ങനെ ഒരു അസുഖത്തിന്റെ ഫലമായിട്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. ഈ എന്താ പറയുക, ആ ഓൾഡ് മാൻ ആൻഡ് ദ സീ ഈസ് എ ടിപ്പിക്കൽ ഹൗ എ ഇൻഡിവിജ്വൽ, ഹൗ എ മാൻ, human being, he is pursuing his life by seeing all these things and analyzing himself, by seeing himself inward life and outward life. ഇതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് പലപ്പോഴും കാൾ പോപ്പറാണ് അത് പറഞ്ഞത്. കാൾ പോപ്പറാണ് പറഞ്ഞത് എന്താ പറയുക, there is no such wonder or beautiful thing evolved in this universe except the human consciousness, which he sees himself, he sees the boat in which he is traveling, and he see the world, the whole sea. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ചേർപ്പിൽ പെരുവനം മഹോത്സവം, ഗ്രാമോത്സവം നടന്നിരുന്നു. അതിൽ കിഴവനും കളറുന്ന നോവൽ ഇതിൻ്റെ കഥകളി ഉണ്ടായിരുന്നു. ആ കഥകളിയിൽ കിഴവനായിട്ട് അഭിനയിച്ചത് ഒരു വിദേശി തന്നെയായിരുന്നു, ഒരു സായിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ആ കിഴവൻ്റെ ആ മീനെ കിട്ടുന്നതും പിന്നെ മീൻ കുറച്ച് പിന്നെ അങ്ങോട്ട് പോകുന്നതും പിന്നെ ഇങ്ങോട്ട് വരുന്നതും അതൊക്കെ വളരെ തന്മയത്വത്തോടിട്ട് ആ വിദേശി നല്ലതിൽ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഇത്. അപ്പോൾ ഞാൻ അന്നെ വിചാരിച്ചു ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോഴാണ് അതിന് ഇന്ന് ഹെമിംഗ്വേയുടെ ഇവിടെ ഇത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കണേ ഞാനിന്ന് വന്നത് ഇതാണ്. അപ്പോൾ അത്രയും നല്ലൊരു ഇതാണ് ഈ. പക്ഷേ ഇതിനെക്കുറിച്ച് വേറൊരു തരത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് കിഴവനും കടലും ഒരു മോട്ടിവേഷൻ സ്റ്റോറി ആയിട്ട് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില അത്രയും ഇച്ഛാശക്തിയുള്ളൊരു കഥ. ചില അത്രയും പ്രായമായിട്ടും അയാളുടെ ഇച്ഛാശക്തിയെ നമ്മൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് അതിനെ ഒരു ആദരിക്കണം എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇവിടെ ഒരു ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ആ ഒരു അങ്ങനെ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയുടെ ഒരു ഇതിലേക്ക് പട്ടികയ്ക്ക് കിഴവനും കടലും എന്നുള്ളൊരു സ്റ്റോറിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെമിംഗ്വേ അത് നമ്മൾക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും. ഇപ്പോൾ പിന്നെ അതുപോലെ പിന്നെ ഇവിടെ മാഷ് പറഞ്ഞ രണ്ടുപേര് പറഞ്ഞത് ശ്രീ വിദേശിയാണ് ഹെമിംഗ്വേ, പക്ഷെ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് വിനോദ് മാഷ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹം 4 കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉദ്ദേശം കൊണ്ടാവാം. ചിലപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രതികാരദാഹം തീർക്കുന്നതാണോ എന്നറിയില്ല. പിന്നെ അനേകം കാമുകന്മാരുണ്ടായിരുന്നു. ഒരിക്കലല്ല അല്ലേ? അപ്പൊ സാറ് പറഞ്ഞു, മുസ്ലിം സാർ പറഞ്ഞത് നമുക്ക് ഗണ്ണിക്കാൻ അതാണ്. അപ്പൊ അത് പിന്നെ കിളിമഞ്ചാരോ ഞാൻ വായിച്ചിട്ടില്ല. അത് ഇപ്പോൾ വിനോദ് സാറിന്റെ ആ ഒരു ഉജ്ജ്വല പ്രഭാഷണം അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അധികം വന്നത്. അപ്പൊ അതുകൊണ്ടെന്നപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സാറ് മറ്റേ അതിനെ ഒരു സൈക്കോളജിക്കൽ തലത്തിലേക്കാണ് കൊണ്ടുപോയത്. അതുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ഒരു മോട്ടിവേഷൻ സ്റ്റോറി ആയിട്ട് അതിനെ പറയാറുണ്ടെന്ന് പറഞ്ഞത്. മാഷ് ഡോക്ടർ പറഞ്ഞിട്ടപ്പോഴാണ് എനിക്കത് പറയാൻ തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. എനിക്ക് പിന്നെ വലിയൊരു വിശ്വസാഹിത്യത്തെക്കുറിച്ച് കൃഷ്ണൻ സാറിൻ്റെ ആ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വസാഹിത്യം, നമ്മുടെ പാശ്ചാത്യ സാഹിത്യം മൊത്തം വരച്ച് കലക്കി കുടിച്ചിട്ടുള്ളതാണ് കൃഷ്ണൻ നായർ സാർ. അതുകൊണ്ട് അല്ല ഞാൻ ഇത്രയും പ്രായത്തിലും മുടി നരച്ചിട്ടില്ലെങ്കിലും ഇത്രയും പ്രായത്തിലും
ഇതൊക്കെ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ഒരു കയ്യടി നമുക്ക് കൊടുക്കേണ്ടത് കൃഷ്ണ സാർക്ക് അല്ലെ. ഇത്രയും പ്രായത്തിലും എല്ലാതും A to Z ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പേരുകളും അവരുടെ രചനകളുടെ പേരുകളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഭാവിയിൽ ഞാൻ കാണുന്നത് കൃഷ്ണ സാർ പറയുന്നത് നമ്മുടെ PV വിനോദ് സാറിനെയാണ്, നമ്മുടെ വാഗ്ദാനമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നിർത്താണ്. നന്ദി എല്ലാവർക്കും. ടീച്ചർ ഇത്രയും പറഞ്ഞപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പൊ ടീച്ചറുടെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് വേണ്ടി ഒരു ഫണ്ട് വരെ രൂപീകരിച്ച് അമ്മയുടെ ആ ഒരു സേഫ്റ്റി, അമ്മയോടുള്ള കരുതൽ അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഏത് അമ്മമാരാണെങ്കിലും, പ്രത്യേകിച്ചും ഇങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന കുറച്ച് അമ്മമാർ വളരെ എന്താ പറയുക, അവർ വളരെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വീട്ടിൽ അങ്ങനെ ഒരു ഡിസിപ്ലിനറി ആക്ഷനൊക്കെ കൊണ്ടുവരും. സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം, അല്ലെ അത് എന്തിനായിരുന്നു എന്നുള്ളത് അത് മിക്ക മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഈയിടെ നമുക്ക് അന്നക്കുട്ടി, ജോസഫ് അന്നക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹം എവിടെ എഴുതിയ ഒരു കാര്യം ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം ടീനേജിലൊക്കെ അമ്മയോട് ചെറിയ കാര്യത്തിന് പോലും, അമ്മ എന്തെങ്കിലുമൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അമ്മയെ ചലഞ്ച് ചെയ്യുന്നത് പോലെയൊക്കെ അദ്ദേഹം അമ്മയെ പല പ്രാവശ്യം വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കൊതിക്കുകയാണ്, അമ്മയെ ഒന്ന് അടുത്ത് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അമ്മയോടൊന്ന് സോറി പറയുവാനും അമ്മയുടെ സ്നേഹം അനുഭവിക്കുവാനും അമ്മ എന്തിനാണത് ചെയ്തത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഈ നമ്മുടെ ഹെമിംഗ്വേയുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൗമാരകാലത്തിലും ഒക്കെ ഇത്രയും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോ ഉണ്ടായിരുന്ന ഒരു സപ്രസ്ഡ് ഇമോഷൻസ്, അത് അദ്ദേഹം അതൊരു സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അതിന്റെയൊക്കെ ഒരു ഔട്ട്ബേസ്റ്റ്, ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ ഇത്രയും കൂടുതൽ ഡീപ്പായിട്ട് കേൾക്കുമ്പോൾ നമ്മളത് എനിക്കിത് മനസ്സിലാവുന്ന ഒരു കാര്യം. ഞാൻ ഈ ഓൾഡ് മാൻ ആൻഡ് സീ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. കാരണം അതിലേറ്റവും അധികം വരുന്നത് എന്താ പറയാ, സർവൈലൻസ് എന്നുള്ളതാണ്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മളെ 85 ദിവസത്തോളം ആ സീൻ ഉണ്ടായിട്ടും സുഖകരമായ ഒരു കാര്യമല്ലല്ലോ 80 ദിവസം സീല് കടലിൽ കഴിയുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒന്നും തകരാതെ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്കെലിറ്റനുമായിട്ടാണ് അത് തിരിച്ചു വരുന്നതെങ്കിൽ പോലും അദ്ദേഹം അത് തന്നെ ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു വിൽ പവർ, അതേപോലെ തന്നെ ആ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ എല്ലാം ആ ഒരു അതിജീവനത്തിന്റെ ഒരു കഥ കൂടിയാണ് തീർച്ചയായിട്ടും ഓൾഡ് മാൻ ആൻഡ് ദ സീ. അതേപോലെ തന്നെ അദ്ദേഹം ഈ സ്ത്രീ വിരോധി അല്ല എന്നുള്ളത് ഇത്രയും സംഭവങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഒരു സ്ത്രീകളോടുള്ള ചിലരുടെ ക്യാരക്ടറാണല്ലോ, ഒരു പാസിംഗ് പാഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചില പ്രണയബന്ധങ്ങൾ അദ്ദേഹം കൊണ്ടു നടന്നു എന്ന് പറയപ്പെടുന്നു. അത് ഓരോരുത്തരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടി, അതിന്റെ ഒരു ഭാഗം കൂടി ആവാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.